കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിവചിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്കവയെ അറിയാം. അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉള്ളത് നല്ലതാണ്. ഇന്നത്തെ ആദ്യ വായന വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, ഏതാനും നാളുകൾക്കുള്ള സുവിശേഷ പ്രഘോഷണവും ശുശ്രൂഷയൊക്കെ ആരംഭിച്ച് സഭ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്നു യേശുവാകുന്ന ഒരു സത്യത്തെ അറിഞ്ഞ് ആ സുവിശേഷ സത്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അന്ത്യോക്യയിൽ വെച്ചാണ് അവർ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. അപ്പം അതുവരെ ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു പേരൊന്നും വിളിക്കപ്പെട്ടിട്ടില്ല. ഇവരൊരു ചെറിയ സമൂഹമായിട്ട് ഒരു പ്രത്യേക ജീവിത ശൈലി ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഇവരിൽ എന്തൊരു വ്യത്യസ്തതയുണ്ട്. സാധാരണ ജനം ജീവിക്കുന്നത് പോലെയല്ല ഈ സഭാ സമൂഹം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ സ്നേഹത്തിൽ ജ്വലിച്ചു നിൽക്കുന്നവർ ജീവിക്കുന്നത്. അത്രമാത്രമേ ബാക്കിയുള്ളവർ മനസ്സിലാക്കിയിരുന്നുള്ളൂ. പക്ഷെ ഇവർ അന്ത്യോക്യയിൽ വെച്ച് ഇവരെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മളിപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, മതങ്ങളെല്ലാം മനുഷ്യൻ സ്ഥാപിച്ചതാണ്. ഈശോ ഒരിക്കലും ഈ ലോകത്ത് വന്നത് ഒരു മതം സ്ഥാപിക്കാനോ, അല്ലെങ്കിൽ യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. യേശു കാണിച്ചു തന്ന എന്താണ്? യേശു കാണിച്ചു തന്നത് തൻ്റെ ജീവിതം കൊണ്ട് സ്വർഗത്തിൽ നിന്നും വന്നവൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. എന്നിലൂടെ എല്ലാവർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. കാരണം ഞാനും പിതാവ് ഒന്നാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്ന് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചിട്ട് ഒരു വഴി നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്ന്. അല്ലാതെ ഈശോ ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലോ സുവിശേഷത്തിലോ നമ്മളെങ്ങും കാണുന്നില്ല ഈശോ മതം സ്ഥാപിച്ചു. പക്ഷേ ഈശോ കാണിച്ചെന്താ? ഒരു വഴി കാണിച്ചു തന്നു. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ നിത്യജീവിതത്തിലേക്ക് എത്തുന്നു. ഇപ്പം ഇവിടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഈശോ ഈ നിത്യജീവിതത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള, നിത്യജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. താൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞിട്ട്, താൻ രക്ഷകനാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു ചോദിക്കും, ഞങ്ങൾ എത്ര നാളിങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കും? ഈ സംശയത്തിൽ ഞങ്ങൾ നിൽക്കും. നീ ക്രിസ്തുവാണെങ്കിൽ ഞങ്ങൾ തെളിച്ച് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു. രോഗികൾ സുഖം പ്രാപിക്കുന്നു, മുടന്തർ എഴുന്നേറ്റ് നടക്കുന്നു, അന്ധർ കാഴ്ച പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് സാക്ഷ്യം നൽകുന്നവയാണ്. എന്നിട്ട് നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല എന്ന് യേശു പറയുകയാണ്. എന്നിട്ടാണ് ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ നിത്യജീവൻ ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ
ഇതൊരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്കല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മാറ്റേണ്ടത്. മതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആത്മീയ സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെട്ടു പോകും. അതിനേക്കാൾ അപ്പുറമായിട്ട് യേശുവിനോട് ഒരൈക്യപ്പെടലും യേശുവിനോടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ യേശുവാകുന്ന വഴി, യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കുവാൻ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. അപ്പം എന്നെ അനുഗമിക്കുവാൻ, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ യേശു നടന്ന വഴിയിലൂടെ സഞ്ചരിക്കുക വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അന്തോക്യയിലെ ജനം അവരെ കണ്ടപ്പോൾ മറ്റുള്ളവർ ക്രിസ്ത്യാനികളെന്ന് അവരെ വിളിച്ചതിന് കാരണം ക്രിസ്തു സഞ്ചരിച്ചതുപോലെ അവർ സഞ്ചരിക്കുക. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങളിലും ആനന്ദിക്കുക, അവർ സന്തോഷിക്കുക. പരാതികളില്ല, പരിഭവങ്ങളില്ല, പിറുപിറുപ്പില്ല, കുറ്റപ്പെടുത്തലില്ല, തിരിച്ച് അടിക്കുന്ന മനോഭാവങ്ങളൊന്നുമില്ല. സ്വഭാവത്തിലും ജീവിതശൈലിയിലും ഒരു വ്യത്യസ്തത. എന്താണ് അത്? ക്രിസ്തു സ്നേഹത്തിൻ്റെ വ്യത്യസ്തതയാണ് ഇവർ വെളിപ്പെടുത്തിയത്. ആ സുവിശേഷത്തിൻ്റെ വ്യത്യസ്തത, ക്രിസ്തു സ്നേഹത്തിൻ്റെ വ്യത്യസ്തത യേശുവാകുന്ന വഴിയിലൂടെ ഈ ഒരു ജനത നയിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടു നിന്നവർക്കൊക്കെ എന്തോ ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ഇവരിൽ എന്തോ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ. അതെന്തായിരുന്നു വ്യത്യസ്തത? ഇവരുടെ സഹനങ്ങളിലും വേദനകളിലും തിരസ്കരണങ്ങളിലും പീഡനങ്ങളിലൊക്കെ ഇവരെടുത്ത യേശു സ്നേഹത്തിൻ്റെ ഒരു സവിശേഷമായ പ്രകൃത ജീവിതമുണ്ട്, ഒരു ശൈലിയുണ്ട്. ആ ശൈലി കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ അനേകർ ക്രിസ്ത്യാനികളായിട്ട് പോലും മാറിയത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നത്. ഇപ്പോൾ നമ്മുടെ സവിശേഷത എന്താണെന്നാണ്? ക്രിസ്ത്യാനികളാണ് നമ്മളും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ്, കാരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. നമ്മുടെ സവിശേഷത എന്താണ്? നമ്മുടെ വ്യത്യസ്തത എന്താണ്? നമ്മളെ കാണുന്നവർക്ക് യേശുവിൻ്റെ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സുവിശേഷത്തിൻ്റെ സ്നേഹവും സുവിശേഷത്തിൻ്റെ സന്തോഷവും സുവിശേഷത്തിൻ്റെ സമാധാനവും, അങ്ങനെ നിത്യജീവിതത്തിൻ്റെ യഥാർത്ഥമായ വഴി നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ, കാണിച്ചു കൊടുക്കുമ്പോൾ, അതേ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വളരുന്നതും ക്രിസ്ത്യാനികളെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ അറിയപ്പെടാൻ അവകാശികളായിട്ട് മാറുന്നത്. അതല്ല എങ്കിൽ നമ്മൾ പറയലേ, ചിലവരെ കുറിച്ചൊക്കെ പറയാലേ അവർ ഞായറാഴ്ച ക്രിസ്ത്യാനികളാണെന്ന് പറയും. ചിലർ പറയും അവർ ഞായറാഴ്ച ക്രിസ്ത്യാനികളാണെന്ന് പറയും. എന്താണെന്നറിയാമോ? അവർക്ക് ഞായറാഴ്ച 1.5 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ സമയത്ത് മാത്രമേ ദൈവമുള്ളൂ. ബാക്കി സമയത്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. ബാക്കി സമയത്തൊന്നും അവർക്ക് ദൈവസാന്നിധ്യമില്ല. നമ്മുടെ ഓരോ കാൽവെപ്പിലും നമ്മുടെ പാദങ്ങൾക്ക് പ്രകാശവും പാതയിൽ വെളിച്ചവുമായി തീർന്ന ക്രിസ്തു നമ്മുടെ ഓരോ കാൽവെപ്പിലും നാം അവൻ്റെ സ്നേഹത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്കോ 1 മണിക്കൂർ നേരത്തേക്കോ വിശുദ്ധ കുർബാനയുടെ സമയത്തോ കുമ്പസാരിച്ച് കഴിഞ്ഞുള്ള ഏതാനും മണിക്കൂറുകളോ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ ജീവിതത്തിൻ്റെ ഉടനീളം അവൻ്റെ കാൽപാദങ്ങളിൽ ചവിട്ടി സഞ്ചരിക്കുന്നവരായതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ്. എന്തിൽ? സ്നേഹത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്. എല്ലാവരോടുള്ള ബന്ധമല്ല, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രത്യേകതയല്ല നമ്മുടെ പ്രത്യേകത, ലോകത്തിൻ്റെ തീരുമാനമല്ല നമ്മുടെ തീരുമാനം, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. അത് ക്രിസ്തു സഞ്ചരിച്ച വഴികളാണ്. കുരിശിൽ കടന്നുകൊണ്ടും ക്ഷമിച്ച ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു വഴിയുണ്ടല്ലോ, അതാണ് ഏറ്റവും പരമോന്നതമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിച്ചുകൊണ്ട് ഈശോ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആത്യന്തികമായി ജീവിക്കേണ്ടതെന്ന് യേശു കാൽവരിയിൽ നമ്മെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും നിങ്ങൾ വിശ്വസിക്കുക, അപ്പോൾ നിങ്ങൾ നിത്യജീവിതത്തിൻ്റെ വഴിയിലാണ്. അത് വിശ്വസിക്കാതിരുന്ന ജനതയാണ് ഈശോ വിമർശിക്കുന്നത്. അതുകൊണ്ട് നമ്മളും വിമർശന വിധേയരാകാതിരിക്കാൻ, കർത്താവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ നമ്മൾ വിമർശന വിധേയരാകാതിരിക്കാൻ നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കാൽ ചുവട് അതിനെ പിഞ്ചെന്നാണോ ഞാനും നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ആ സ്നേഹമാണോ നമ്മൾ പ്രസരിപ്പിക്കുന്നത്? ആ സമാധാനവും ആ സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താൻ നമ്മളായിരിക്കുന്നിടങ്ങളിൽ, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, സമൂഹ ജീവിതം, പൗരോഹിത്യ സന്യസ്ത ജീവിതം, ഇതിലൊക്കെ എത്ര കണ്ട് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് നാം വിളിക്കപ്പെടാൻ അർഹരാക്കുന്നത്.
അതുകൊണ്ട് ഈ യോഗ്യത നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.